അതിന് നീ ആദ്യം ഇന്ത്യ എന്തെന്നറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചുകൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ. ജഡ്ക വലിച്ചു വലിച്ചു ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടി പോയതിന് ഭർത്താവിന് ശാസിച്ച താഴെപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്കൊരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വകതേടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ ആട്ടിയിറക്കി വിട്ടില്ലേ നീ ആ കൃഷ്ണേട്ടനെ പോലുള്ള പാവങ്ങളുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാഡമിയിൽ നിന്ന് വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെപ്പോലുള്ള സ്നോബുകൾക്ക് ആ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനെ പോലെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമുക്കും ഇതുപോലെ നെടുനീളൻ ഡയലോഗുകൾ പറയേണ്ടതായി വരും. അത്തരം സന്ദർഭങ്ങളിൽ കിതയ്ക്കുകയോ ചുമയ്ക്കുകയോ